വെറും 5 മിനിറ്റിൽ സവാള വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നി കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർക്കുന്നുണ്ട്. ആ ചേർക്കുമ്പോൾ ചട്നിയുടെ രുചി ഒന്നും കൂടി കിട്ടും. അതിനായിട്ട് 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ തൊലിയെല്ലാം മാറ്റി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു റഫായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു മിക്സ്ഡ് ജാർ എടുക്കാം. ഇതിലോട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ വേണം കേട്ടോ. തേങ്ങ കൂടി പോയത് ഇത്രയും തന്നെ മതി കേട്ടോ, ഒരുപാട് ചേർക്കേണ്ട. 2 ടേബിൾ സ്പൂൺ കറക്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം വാളംപുളി വേണം. ചെറിയൊരു പീസ് മതി. ഇത്രയും അളവിൽ പുളി ചേർക്കുക. എനിക്ക് വറ്റൽമുളകാണ് ചേർക്കേണ്ടത്. ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർക്കാം. ഇനി വറ്റൽമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് കൂടി ചേർത്താലും മതിയാവും. ഇനി ഇതാണ് നമ്മൾ ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശർക്കര കേട്ടോ. ചെറിയൊരു കഷ്ണം ശർക്കര ഇതുപോലെ പീസാക്കി എടുത്തതാണ്. അത് നമുക്ക് ചേർക്കാം. ശർക്കര ചേർക്കുമ്പോഴാണ് ഈ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുന്നത്. നല്ല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്നി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തളിച്ചെടുക്കാം. അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർക്കാം. ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. കുറച്ച് വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത്രയുള്ള നമ്മുടെ സിമ്പിളായിട്ടുള്ള ചട്നി റെഡിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ശർക്കര കൂടി ചേർത്ത് നമ്മൾ ഈ ഒരു ചട്നി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ.